Good morning all. Welcome to Dream Classroom. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ 4th യൂണിറ്റ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം, അതാണ് 4th യൂണിറ്റ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ 4th യൂണിറ്റ് ആണ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൽ നമുക്ക് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ ഡെഫിനിഷൻ എന്താ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്, ദ ടേം സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ അഗസ്റ്റേ കോംടെ. സോഷ്യോളജി എന്ന സബ്ജക്റ്റിന് നേതൃത്വം വഹിച്ചത് ആരാണ്? സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അഗസ്റ്റേ കോംടെ. ദ ടേം സോഷ്യോളജി, അപ്പൊ ആദ്യമായി സോഷ്യോളജി എന്ന ടേം ഉപയോഗിച്ചത് ആരാണ്? അഗസ്റ്റേ കോംടെ, ഹു ഈസ് കാൾഡ് ഫാദർ ഓഫ് സോഷ്യോളജി. അതുകൊണ്ട് അദ്ദേഹത്തെ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നു. ഇപ്പൊ സോഷ്യോളജി എന്ന ടേമിന് ആദ്യം രൂപം കൊടുത്തത് അഗസ്റ്റേ കോംടെ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടാണ് അഗസ്റ്റേ കോംടെ അറിയപ്പെടുന്നത്. ഹു ഈസ് കാൾഡ് ഫാദർ ഓഫ് സോഷ്യോളജി. സോഷ്യോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ദ സൊസൈറ്റി. സോഷ്യോളജി ഈസ് കൺസേൺഡ്. സോഷ്യോളജി ഇവിടെ പരിഗണിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ദ സൊസൈറ്റി, മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുമാണ് സോഷ്യോളജി ഇവിടെ പരിഗണിക്കുന്നത്. സോഷ്യോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ്, സോഷ്യോളജി എന്താണ് സ്റ്റഡി നടത്താൻ പരിഗണിക്കുന്നത്? ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മാനുഷിക ബന്ധങ്ങളെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുമാണ് സോഷ്യോളജി ഇവിടെ പഠനം നടത്തുന്നത്. It is believed that relationship develop when individuals come in close conflict with other and interaction take place between them. അതുകൊണ്ട് തന്നെ it is believed that, ഇതിൽ ഈ സോഷ്യോളജിയിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? റിലേഷൻഷിപ്പ് ഡെവലപ്പ് വെൻ ഇൻഡിവിജ്വൽ കം ഇൻ ക്ലോസ് കോൺഫ്ലിക്റ്റ് വിത്ത് അതർ ആൻഡ് ഇന്ററാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം. വ്യക്തികളും അതേപോലെ തന്നെ മറ്റുള്ളവരും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്, പരസ്പാരിസ്ഥിതിക ബന്ധമാണ് ചിലപ്പോൾ എന്തിന് കാരണമാകുന്നത്? ക്ലോസ് ആവാൻ കാരണമാകുന്നത്, കോൺഫ്ലിക്റ്റ് ഇല്ലാതാകാൻ കാരണമാകുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തിലേക്ക് വഴിവെക്കുന്ന പറയുന്നത്? ക്ലോസ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ എന്താ? തർക്കം, പ്രശ്നം, അതാണ് കോൺഫ്ലിക്റ്റ്. ക്ലോസ് കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ കാരണമാകും. എന്ത്? ഇൻഡിവിജ്വൽസ് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ, വ്യക്തികൾ തമ്മിൽ പരസ്പരം ബന്ധം പുലർത്തുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതാകുന്നു. This leads to the formation of social group and complex relationship among this group develop as result of constant interaction. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക ഗ്രൂപ്പിനും അതേപോലെ തന്നെ ലീഡ്സ് ടു ഫോർമേഷൻ. അപ്പൊ ഇത് എന്തിന് കാരണമാകുന്നു? ഒരു സാമൂഹിക ഗ്രൂപ്പ് രൂപം കൊള്ളാൻ, ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സാമൂഹിക ഗ്രൂപ്പ് രൂപം കൊള്ളുന്നതിനും അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ വികസനത്തിനും കാരണമാകുന്നു. അപ്പൊ സാമൂഹികമായിട്ടുള്ള വ്യക്തികളുടെ ഇന്ററാക്ഷൻ തർക്കം ഇല്ലാതാക്കുന്നതിനും കാരണമാകും, ഒരു സാമൂഹിക ഗ്രൂപ്പ് ഉണ്ടാകുന്നതിനും അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ സോഷ്യോളജിയെ കുറിച്ച് നിർവചിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നോക്കിക്കോളൂ. വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി, Auguste Comte, divided the subject matter of sociology into the study of social and social dynamic. സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അഗസ്റ്റേ കോംടെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ പഠനത്തിലൂടെ രണ്ടാക്കി തിരിച്ചു. സോഷ്യൽ ആൻഡ് സോഷ്യൽ ഡൈനാമിക്. സോഷ്യൽ എന്നും സോഷ്യോളജിയെ അഗസ്റ്റേ കോംടെ രണ്ടായിട്ടാണ് തിരിച്ചത്. സോഷ്യൽ ആൻഡ് സോഷ്യൽ ഡൈനാമിക്, സാമൂഹികവും സാമൂഹിക ചലനാത്മകത എന്നും. അപ്പോ
സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്റ്റേ കോംറ്റെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ രണ്ട് രീതിയിൽ തരംതിരിച്ചു. സോഷ്യൽ ആൻഡ് സോഷ്യൽ ഡൈനാമിക്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു എമിലി ദുർക്കെയ്ം, ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് എമിലി ദുർക്കെയ്ം. അക്കോർഡിംഗ് ടു എമിലി ദുർക്കെയ്ം, സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്. സോഷ്യോളജിയുടെ പഠനത്തിലൂടെ എന്തിനെ കുറിച്ച് മനസ്സിലാക്കാം? സോഷ്യൽ ഫാക്ടുകളെ മനസ്സിലാക്കാം. സോഷ്യോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്. സോഷ്യോളജിയെ നിർവചിക്കുകയാണെങ്കിൽ, ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് സോഷ്യോളജി. സോഷ്യോളജിയെ പഠനം നടത്തുകയാണെങ്കിൽ എമിലി ദുർക്കെയ്ം പറയാണ് സോഷ്യോളജി എന്താണ്? ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ജീവിതത്തിന്റെ ഒരു ശാസ്ത്രീയ പഠനമാണ് സോഷ്യോളജി എന്നാണ് ആരിവിടെ വ്യക്തമാക്കി തരുന്നത്? എമിലി ദുർക്കെയ്ം. മാത്രല്ല സോഷ്യൽ റിലേഷൻ, സോഷ്യൽ ഗ്രൂപ്പ്, very aspect of the society as a whole. അപ്പൊ സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന്റെ സയന്റിഫിക് സ്റ്റഡിയാണ്, സോഷ്യൽ റിലേഷൻ ആണ്, സോഷ്യൽ ഗ്രൂപ്പ് ആണ് എന്നാണ് ആര് നിർവചിക്കുന്നത്? എമിലി ദുർക്കെയ്ം ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും പഠിച്ചത് സോഷ്യോളജിയാണ്. ഇനി നമ്മൾ സൈക്കോളജി എന്താന്ന് പഠിക്കാം. അപ്പൊ കുട്ടികളെ, സോഷ്യോളജി എന്താന്ന് മനസ്സിലായ സ്ഥിതിക്ക് സൈക്കോളജിയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതിയാൽ മതി കേട്ടോ. സോഷ്യോളജി എന്താന്ന് നിങ്ങൾക്ക് അറിയാം, അപ്പൊ അതും എഴുതുക. സൈക്കോളജി എന്താന്ന് ഞാൻ അടുത്തതായിട്ട് എടുക്കുകയാണ്. അപ്പൊ സൈക്കോളജിയും സോഷ്യോളജി എന്താന്ന് ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചാൽ മതി. പിന്നെ അത് വേറെ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് സൈക്കോളജി നോക്കൂ. ദ ടേം സൈക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് സൈക്കേ. അതായത് രണ്ട് ഗ്രീക്ക് വേർഡുകളായിട്ടുള്ള സൈക്കേ മീൻസ് സോൾ ഓർ ബ്രീത്ത്, ആത്മാവ്. സോൾ ഓർ ബ്രീത്ത്, ശ്വസനം. ആത്മാവ് അഥവാ ബ്രീത്ത് എടുക്കുക എന്താ? നമ്മൾ ശ്വാസം വലിക്കുക. അപ്പൊ നമ്മളുടെ ബ്രീത്തോ അഥവാ സോൾ, ആത്മാവോ ആണ് സൈക്കേ. ആൻഡ് ലോഗോസ് മീൻസ് നോളജ് ആൻഡ് സ്റ്റഡി. അപ്പൊ നമ്മളുടെ അറിവിന്റെ ആത്മാവാണ് സൈക്കോളജി. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജ്ഞാനുണ്ട്. ഏതൊരു വ്യക്തിക്കും അത് പഠിച്ചിട്ടുള്ള ജ്ഞാനല്ല. എല്ലാ മനുഷ്യനും ജീവനുള്ള ഏതൊരു വസ്തുവിനും ഒരു ബ്രീത്ത്, ഒരു ശ്വാസം, ബ്രീത്ത് അല്ലെ? അതാണ് നമ്മളെ ആ ജ്ഞാനത്തെയാണ് സൈക്കോളജി എന്ന് പറയുക. നമുക്ക് നോർമൽ ഹേർട്ടും ഉണ്ട്, അബ്നോർമൽ ഹേർട്ടും ഉണ്ട്. നോർമൽ ഹേർട്ട് പറഞ്ഞാൽ നമ്മള് ഇപ്പോഴത്തെ അവസ്ഥ. അബ്നോർമൽ ഹേർട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ അറിയണില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ അറിയാതെ നമ്മൾ അബ്നോർമൽ ആയിട്ട് നമ്മള് ഒരു ഡ്രീം കാണുക, സ്വപ്നം കാണുക, അവിടെ നമ്മൾ അബ്നോർമലാണ്. നമ്മുടെ ശരീരം മാത്രം നമ്മളിലുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്കത് നേരെ കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടാത്തത്. നമ്മളുടെ സോള്, നമ്മളെ ആ ബ്രീത്ത്, ആ ശ്വാസം അഥവാ ആത്മാവ് നമ്മളിൽ നിന്നും ഒന്ന് അബ്നോർമൽ ആയി മാറുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ടു ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് സൈക്കോളജിയുടെ നിർവചനം. സോളോ, അതായത് സൈക്കേ മീൻസ് സോൾ ഓർ ബ്രീത്ത്, ലോഗോസ് മീൻസ് നോളജ്. അപ്പോ അത് രണ്ടും കൂടി ഈ സൈക്കയും ലോഗോസും ചേർന്നിട്ടാണ് എന്ത് രൂപം കൊണ്ടത്? സൈക്കോളജി രൂപം കൊണ്ടത്. അപ്പൊ സൈക്കോളജി രൂപം കൊണ്ടത് രണ്ട് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള സോളിൽ നിന്നും അതേപോലെ തന്നെ ലോഗോസിൽ നിന്നുമാണ്. അങ്ങനെ ലോഗോസും സോളും ചേർന്നുകൊണ്ടാണ് സൈക്കോ പറഞ്ഞാൽ സോൾ, ലോഗോസ് എന്ന് പറഞ്ഞാൽ നോളജ്. അപ്പൊ സൈക്കോയും ലോഗോയും ചേരുമ്പോൾ അതിന് സൈക്കോളജി എന്ന പേര് വന്നു. ഇതാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ അഥവാ നിർവചനം. എന്താണ് സൈക്കോളജി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നോക്കാം. Psychology developed as an independent academic discipline in 1879.
1879 ഒരു സ്വതന്ത്രനായിട്ടുള്ള ജർമ്മൻ പ്രൊഫസറാണ് ഈ സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. Psychology was developed as an independent academic discipline in 1879 when a German professor named William Walnut വില്യം വാൾനട്ട് എന്ന ജർമ്മൻ പ്രൊഫസറാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന പദം ഡെവലപ്പ് ചെയ്തത്. The first laboratory for psychology at the University of Leipzig in Germany. അദ്ദേഹം ഏത് ലാബോറട്ടറിയിൽ നിന്നാണ് ഈ സൈക്കോളജിയെ വിശകലനം ചെയ്തത്? ജർമ്മനിയിലെ ലെപ്സിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജർമ്മനിയിലെ ലെപ്സിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1879 വില്യംസ് ആണ് ഏത് തിയറിക്ക് രൂപം കൊടുത്തത്? ഏത് സിദ്ധാന്തത്തിന് രൂപം കൊടുത്തത്? സൈക്കോളജിക്ക് രൂപം കൊടുത്തത്. Initially, psychology was defined as science of consciousness. Consciousness എന്ന് പറഞ്ഞാൽ എന്താ? അവബോധം. സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയ അവബോധമാണ് സൈക്കോളജി. Psychology was defined as science of consciousness. In the simple word, we can define psychology as the systematic study of human behavior and experience. ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവവും എക്സ്പീരിയൻസുമാണ്. അപ്പോ ഹ്യൂമൻ ബിഹേവിയറും എക്സ്പീരിയൻസുമാണ് സൈക്കോളജി എന്നാണ് സിമ്പിൾ വേർഡിൽ ഇതിനെ നിർവചിക്കുന്നത്, സൈക്കോളജിക്ക് നിർവചനം കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ബാരോൺ 1990 ബാരോൺ എന്ന സൈക്കോളജിസ്റ്റ് പറയാണ്, സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ, സയൻസിന്റെ പെരുമാറ്റമാണ്. കോൺജിറ്റീവ് പ്രോസസ്, കോൺജിറ്റീവ് പറഞ്ഞാൽ എന്താ? വൈജ്ഞാനിക പ്രക്രിയയാണ്. ബാരോൺ പറയാണ് സൈക്കോളജി ഒരു സയൻസ് ഓഫ് ബിഹേവിയർ ആണ്, അത് കോൺജിനിറ്റീവ് പ്രോസസ്. കോൺജിനിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈജ്ഞാനിക പ്രക്രിയയാണ്. അപ്പോ വില്യം എന്താ പറയുന്നത്? സൈക്കോളജി ഒരു ഹ്യൂമൻ ബിഹേവിയറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ആണെന്നാണ്. എന്നാൽ ബാരോൺ പറയാണ് സൈക്കോളജി ഒരു സയൻസ് ഓഫ് ബിഹേവിയറും ആണ്, കോൺജിനിറ്റീവ് പ്രോസസ്സും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജിയിലും സൈക്കോളജിയിലും വരുന്ന ഭാഗങ്ങൾ. ഓക്കെ, അപ്പോ 4th യൂണിറ്റില് മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ദ പോസിബിൾ ഇന്റർലിങ്ക്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ദ പോസിബിൾ ഇന്റർലിങ്ക്. സോഷ്യോളജിയും സൈക്കോളജിയും ഇന്റർലിങ്ക് ആവുന്നതിന്റെ ഇന്റർലിങ്ക് ആവുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നാണ് ഇവിടെ പറയുന്നത്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ദ പോസിബിൾ ഇന്റർലിങ്ക്. Sociology and psychology together from the core of social science, right from their as separate academic discipline. Sociology and psychology have studied different aspects of human life. അതായത് സോഷ്യോളജിയും സൈക്കോളജിയും എങ്ങനെയാണ്? സോഷ്യോളജി ആൻഡ് സൈക്കോളജി ടുഗദർ ഫ്രം ദ കോർ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യോളജിയും സൈക്കോളജിയും എപ്പോഴും എങ്ങനെയായിരിക്കും? ടുഗദർ ആണ്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിലനിൽക്കുന്നു. റൈറ്റ് ഫ്രം ദെയർ സെപ്പറേറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻ, സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഹാവ് സ്റ്റഡീഡ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതേപോലെ തന്നെ ചില സമയത്ത് അവ എന്ത് ചെയ്യപ്പെടാം? സെപ്പറേറ്റ് ആകാനും സാധ്യതയുണ്ട്. എങ്കിലും സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഹാവ് സ്റ്റഡിഡ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. സോഷ്യോളജിയും സൈക്കോളജിയും പഠനം നടത്തുമ്പോൾ ഹ്യൂമൻ ലൈഫിന്റെ വ്യത്യസ്ത തലങ്ങളാണ്, വ്യത്യസ്ത വശങ്ങളാണ് പഠനം നടത്തുന്നത്. സോഷ്യോളജിയും സൈക്കോളജിയും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു. ചില സമയത്ത് അവ എന്ത് ചെയ്യപ്പെടാം? സെപ്പറേറ്റ് ചെയ്യപ്പെടാം. മാത്രമല്ല സോഷ്യോളജിയും സൈക്കോളജിയും പഠനം നടത്തുമ്പോൾ ഹ്യൂമൻ ലൈഫിന്റെ
മനുഷ്യ ജീവിതത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട് പറഞ്ഞാൽ വ്യത്യസ്ത വശങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. മോസ്റ്റ് ഓഫ് ദ അതർ സ്പൈസസ് വർക്ക് ഓൺ ഇൻസ്റ്റിങ്ക്ട്സ് ഇൻ ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ഫോർ ദയർ സർവൈവൽ. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് അതർ സ്പൈസസ് വർക്ക് ഓൺ ഇൻസ്റ്റിങ്ക്ട് ഇൻ ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ഫോർ ദയർ സർവൈവൽ. ഭൗതിക പ്രകൃതിപരമായിട്ടുള്ള സർവൈവലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ വർക്കുകൾ ഉൾക്കൊള്ളുന്നത്. മോസ്റ്റ് ഓഫ് അതർ സ്പൈസസ് വർക്ക് ഓൺ ഇൻസ്റ്റിങ്ക്ട് ഇൻ ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ഫോർ ദയർ സർവൈവൽ. While the survival of human depend upon learned behavior pattern. ഈ സർവൈവൽ എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ഡിപ്പെൻഡ് അപ്പോൺ ലേൺഡ് ബിഹേവിയർ പാറ്റേൺ. അപ്പോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സർവൈവൽ എന്നുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിലനിൽപ്പ്. അത് അതിന്റെ നിലനിൽപ്പ് ഏതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സർവൈവൽ ഓഫ് ഹ്യൂമൻ ഡിപ്പെൻഡന്റ് ലേൺഡ് ബിഹേവിയർ പാറ്റേണുമായിട്ടാണ് അത് അതിന്റെ നിലനിൽപ്പ് തുടരുന്നത് എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ബേർഡ്സ് ഹാവ് ഇൻസ്റ്റിങ്ക്ട് ടു ബിൽഡ് നെസ്റ്റ്. ഒരു പക്ഷി ഒരു കൂട് പണിയുക, ഒരു കൂട് പണിയുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? particular spices are programmed to build a nest in a particular style and pattern. അതായത് ഒരു പക്ഷി, ഒരു ബേർഡ് ഒരു നെസ്റ്റ് പണിയുകയാണെങ്കിൽ, ഒരു കൂട് പണിയുകയാണെങ്കിൽ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള ഭംഗിക്കും അതേ സ്റ്റൈലിനും പാറ്റേണിനും വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ബേർഡ് ഒരു കൂട് പണിയുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഒരു ബേർഡ് നെസ്റ്റ് കൂട് പണിയുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് പണിയുന്നത്? സ്റ്റൈലിന് വേണ്ടിയിട്ടും പാറ്റേണിന് ആ കൂട് പണിയുമ്പോൾ ഒരുപാട് മുട്ടയിട്ട് അടയിരുന്ന് കുട്ടികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു പക്ഷി ഒരു നെസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് അതിന്റെ എന്തെല്ലാം ശ്രദ്ധിക്കും? സ്റ്റൈലും ശ്രദ്ധിക്കും, പാറ്റേണും ശ്രദ്ധിക്കും. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർവൈവൽ ഓഫ് ഹ്യൂമൻ ഡിപ്പെൻഡ് അപ്പോൺ ലേൺഡ് ബിഹേവിയർ പാറ്റേൺ എന്നുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. സോഷ്യോളജി ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് ഈസ് ദ സോഷ്യൽ സിസ്റ്റം സച്ച് ആസ് ഫാമിലി, സോഷ്യൽ ഗ്രൂപ്പ്, കൾച്ചർ. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യുന്നത്? സോഷ്യോളജി ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് ഈസ് ദ സോഷ്യൽ സിസ്റ്റം സച്ച് ആസ് ഫാമിലി, സോഷ്യൽ ഗ്രൂപ്പ്, കൾച്ചർ. ഫാമിലി കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ഗ്രൂപ്പുകളെയും സംസ്കാരത്തെയും സോഷ്യോളജി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് ചെയ്യുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ടോപ്പിക് സോഷ്യൽ സൈക്കോളജി, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. സോഷ്യൽ സൈക്കോളജി, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യൽ സൈക്കോളജി, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ചരിത്രപരമായ വികസനം. The quest to study human behavior on scientific principles started with the emergence and establishment of natural science during the 19th century. അതായത് 19ാം നൂറ്റാണ്ടിലാണ് മനുഷ്യ സ്വഭാവത്തെ കുറിച്ചും മനുഷ്യന്റെ ശാസ്ത്രീയപരമായിട്ടും പ്രകൃതി ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠനത്തിന് ആവിർഭാവം കൊണ്ടത്. The quest to study ഹ്യൂമൻ ബിഹേവിയർ ഓൺ സയന്റിഫിക് പ്രിൻസിപ്പിൾ. മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവത്തെ കുറിച്ചും സയന്റിഫിക് പ്രിൻസിപ്പിൾ മനുഷ്യന്റെ ശാസ്ത്രീയ പരമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ചും ഒരു പഠനവും ഒരു ചോദ്യവും ഉയർന്നു വന്നത് എന്നു മുതലാണ്? 19ാം നൂറ്റാണ്ട് മുതലാണ്. Some thought that society could be studied using scientific methods of natural science. പിന്നെന്താണ് പറയുന്നത്? Some thought that society could be studied using scientific methods of natural science. അതേപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള സമൂഹത്തെ കുറിച്ചുള്ള പഠനം എന്തിനേക്ക് വഴിവെച്ചു? സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് നാച്ചുറൽ സയൻസ്, ശാസ്ത്രീയ രീതികൾക്കും പ്രകൃതി ശാസ്ത്രത്തിനും വഴിയൊരുക്കി. കോംറ്റെ ആർഗ്യൂഡ് കെയർഫുൾ ഒബ്സർവേഷൻ ഓഫ് entities that are known directly to
experience could be used to explain the relationship between observed phenomena. കോംറ്റെ എന്ന് പറയുന്നത് അഗസ്റ്റേ കോംറ്റെ ആണ്. അപ്പൊ കോംറ്റെ ആർഗ്യൂഡ് കെയർഫുൾ ഒബ്സർവേഷൻ entities that are known directly to experience could be used to explain relationship between observed phenomena. കോംറ്റെ ഒബ്സർവ് നടത്തുന്നത് എന്താണ്? പലതരത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളെയും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രതിഭാസത്തെക്കുറിച്ചുമാണ് കോംറ്റെ ഇവിടെ ഒബ്സർവ് നടത്തുന്നത്, നിരീക്ഷണം നടത്തുന്നത്. By understanding causal relationship between various events, it is possible to predict future events. അതുകൊണ്ട് തന്നെ ഭാവിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവചിക്കപ്പെടുന്നു. By understanding causal relationship between various events, it is possible to predict future events. ഭാവിയിലെ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രവചിക്കുക. എന്തിനെ കുറിച്ച്? ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് കൂടി, ഫ്യൂച്ചർ ഇവന്റിനെ കുറിച്ച് പോലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. This cost to produce knowledge about the society and place of the individual within it on the basis evidence and observation is central to the origin of social psychology. അതേപോലെ തന്നെ പിന്നെ ഇവിടെ പറയണ this cost to produce knowledge about the society, സമൂഹത്തിന്റെ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിന്റെ അറിവിനെ കുറിച്ചും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? this question ചോദ്യം ചോദിക്കുന്നു. this cost to produce knowledge about the society, സമൂഹത്തിന്റെ അറിവിനെ കുറിച്ച് ചോദ്യം നടത്തുകയും ഇൻഡിവിജ്വൽ മാത്രല്ല പ്ലേസ് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്തിൻ ഇറ്റ്, അപ്പൊ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും അറിവിനെ കുറിച്ച് ഇവിടെ ചോദ്യം നടത്തുകയും ഓൺ ദ ബേസിസ് എവിഡൻസ് ആൻഡ് ഒബ്സർവേഷൻ ഈസ് സെൻട്രൽ ടു ദ ഒറിജിൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ഒബ്സർവേഷൻ നടത്തുകയും ചെയ്യുന്നു. ദ ഐഡിയാസ് ഓഫ് ഏർലി ആൻഡ് ലേറ്റർ സോഷ്യോളജിസ്റ്റ് ഹെൽപ്ഡ് ടു ഷേപ്പ് ദ സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി. The ideas of early and later sociologists. അതായത് ലേറ്റർ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള ചില സോഷ്യോളജിസ്റ്റുകള് എന്തിന്റെ ആശയമാണ് നമുക്ക് പകരുന്നത്? സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി. ലേറ്റർ സോഷ്യോളജിസ്റ്റുകൾ നമ്മൾക്ക് ഏത് ആശയം പകർന്നു നൽകുന്നുണ്ട്? സോഷ്യോളജിയുടെ സോഷ്യൽ സൈക്കോളജിയെ കുറിച്ചുള്ള ആശയം പകർന്നു നൽകുന്നു. ദ എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി കുഡ് ബി ട്രേസ്ഡ് ഫ്രം 19th century. 19ാം നൂറ്റാണ്ടിലാണ് മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ആവിർഭാവത്തിന് തുടക്കം കുറിച്ചത്. 19ാം നൂറ്റാണ്ട് തൊട്ട് മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ആവിർഭാവത്തിന് തുടക്കം കുറിച്ചു. സോഷ്യൽ സൈക്കോളജി Social and Ethical Interpretation in Mental Development was published in New Work. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ, സാമൂഹികപരമായിട്ടും എത്തിക്കൽ പരമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനും അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റൽ ഡെവലപ്മെന്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ന്യൂ വർക്ക് 1987. ജെയിംസ് വാർക്ക് ബാൾവിൻ. ജെയിംസ് ആരാണ് ആ ഒരു പുതിയ പുസ്തകത്തിന് രൂപം കൊടുത്തത്? സോഷ്യൽ സൈക്കോളജി ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ മെന്റൽ ഡെവലപ്മെന്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ന്യൂ വർക്ക് ഇൻ ദ ഇയർ 1987 ബൈ ജെയിംസ് മാർക്ക് ബാൾഡ്വിൻ. ബാൾഡ്വിൻ ബാൾഡ്വിൻ BALDWIN 1987 മോഡേൺ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് മാർക്ക് ബാൾഡ്വിൻ പുതിയൊരു പബ്ലിഷിംഗ്, ഏതാണ് ആ പബ്ലിഷിന്റെ പേര്? സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് എന്ന ഒരു പുതിയ പബ്ലിക്കേഷന് രൂപം കൊടുത്തു. അത് ഏതിന്റെ ആവിർഭാവത്തിന് കാരണമായി? മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ആവിർഭാവത്തിന് കാരണമായി. ഇപ്പൊ മോഡേൺ
മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ആവിർഭാവത്തിന് കാരണമായത് ആരുടെ വർക്കാണ്? 1987 ജെയിംസ് മാർക്ക് ബാൾബിന്റെ സോഷ്യൽ ആൻഡ് എത്തിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് എന്ന പുസ്തകം ഒരു മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ആവിർഭാവത്തിന് കാരണമായി തീർന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്നും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കും അതിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതിയിട്ടിട്ടുള്ളത്. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ മെറ്റീരിയലോ മാർക്ക് ചെയ്ത് വെക്കാനോ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഡിഫൈനിങ് സോഷ്യൽ സൈക്കോളജി. എന്താണ് സോഷ്യൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദർ ഈസ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ the intra-individual and social conduct and both influence each other mutually. അതായത് ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് സ്വാധീനിക്കുന്നത്? there is constant interaction between intra-individual and social conduct. ഇൻട്രാ-ഇൻഡിവിജ്വലും സോഷ്യൽ കണ്ടക്റ്റും തമ്മിലുള്ള സ്വാധീനമാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ് നടത്തപ്പെടുന്നത്? ദർ ഈസ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻട്രാ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ കണ്ടക്റ്റ് ബോത്ത് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ മ്യൂച്വലി. അപ്പൊ എന്തിന്റെ സ്വാധീനമാണ് ഉണ്ടാവുന്നത്? ഇൻട്രാ ഇൻഡിവിജ്വലിന്റെയും സോഷ്യൽ കണ്ടക്റ്റിന്റെയും ആ കൂടിച്ചേരല ഇന്ററാക്ഷൻ ആണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നത്. Social psychology could be defined as the study of the interference between these two sets of phenomena, the nature and the cause of human social behavior. Social psychology could be defined as the study of the interface between these two sets of phenomena. രണ്ട് പ്രതിഭാസങ്ങളെ തമ്മിൽ ഇന്റർഫേസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? നേച്ചർ ആൻഡ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ. അപ്പൊ സോഷ്യൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് ഇന്റർഫേസ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ഫിനോമിന, രണ്ട് പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? പഠനം നടത്തുന്നുണ്ട്. നേച്ചർ ആൻഡ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ, നേച്ചർ പ്രകൃതിയെയും ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയറിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? പഠനം നടത്തുന്നതിനെയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോഷ്യൽ സൈക്കോളജി കുഡ് ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദീസ് ടു സെറ്റ് ഓഫ് ഫിനോമിന, ദ നാച്ചർ ആൻഡ് കേസ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ. A few other definition of social psychology are as follows. സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് നമുക്ക് 1-2 ഡെഫിനിഷൻ താഴെ കൊടുക്കുന്നു. എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയാൻ? വേരിയസ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഒരുപാട് വശങ്ങളുടെ സാമൂഹിക കൂടിച്ചേരലാണ്. വേരിയസ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ സ്വഭാവം, ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്തൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി. ശ്രദ്ധിക്കുക. The definition given by Allport suggests that the roots of social psychology are embodied in sociology as well as psychology. എന്താ ഇവിടെ പറയുന്നത്? സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ് സോഷ്യോളജി. അതിൽ നിന്നുണ്ടായതാണ് സൈക്കോളജി. ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ആൾപോർട്ട് എന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നു, റൂട്ട്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജിയുടെ വേരുകൾ ആണ് ഏത്? സോഷ്യോളജി. ആ സോഷ്യോളജിയാണ് പിന്നീട് എന്താവുന്നത്? സൈക്കോളജി ആവുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും സൈക്കോളജിയാണ് രൂപം കൊള്ളുന്നത് എന്നാണ് ഇവിടെ ആൾപോർട്ട് വ്യക്തമാക്കുന്നത്. സ്കോളേഴ്സ് സച്ചാസ്, ഏതൊക്കെ സ്കോളേഴ്സാ? കുക്ക്, ഫൈന്,
ഹോസ് 1995. 1995 ഈ സോഷ്യോളജിസ്റ്റുകളൊക്കെ തന്നെയാണ് പറയുന്നത്, ഈ സ്കോളേഴ്സുകളൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് റൂട്ട്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ റൂട്ട്സ്, വേരുകളാണ് സോഷ്യോളജി. ആ സോഷ്യോളജിയിൽ നിന്നാണ് പിന്നെ ഏതുണ്ടാവുന്നത്, സൈക്കോളജി ഉണ്ടാകുന്നത്. ഇതാരൊക്കെ പറയുന്നത്, കുക്കും ഫൈനും ഹോസും ഒക്കെ തന്നെയാണ്, ഈ ഒപ്പീനിയൻ തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. Sociology and psychology, hence it is interdisciplinary in nature. സോഷ്യോളജിയും സൈക്കോളജിയും ഇവിടെ എങ്ങനെയാണ്, ഇന്റർഡിസിപ്ലിനറി ആണ്. സോഷ്യോളജിയും സൈക്കോളജിയും ഇവിടെ ഒരു ഇന്റർഡിസിപ്ലിനറി നേച്ചറാണ്, സ്വഭാവമാണ്. ഇതാണ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സൊസൈറ്റി ഇന്റേണൽ പ്രോസസ്, അതായത് സൊസൈറ്റിയിൽ ഇവര് ഇന്റർഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞില്ല, അതിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്ക് സോഷ്യോളജിയിൽ നിന്നും സോഷ്യൽ സൈക്കോളജിയിലേക്കും സോഷ്യൽ സൈക്കോളജിയിൽ നിന്നും വെറും സൈക്കോളജിയിലേക്കാണ് ഏതിന്റെ വളർച്ച ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ സൈക്കോളജി ഉണ്ടാവും, സോഷ്യൽ സൈക്കോളജി. ആ സോഷ്യൽ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിലേക്കും പോകുന്നുണ്ട്, സൈക്കോളജിയിലേക്കും പോകുന്നുണ്ട്. ഇനി സോഷ്യോളജി ആണെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിലേക്കും പോകുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി വെറും സൈക്കോളജിയിലേക്കും പോകുന്നു. ഇതിനെയാണ് സൊസൈറ്റി ഇന്റേണൽ പ്രോസസ്. ഇങ്ങനെയാണ് സമൂഹത്തിൽ സോഷ്യൽ സൈക്കോളജി നിലകൊള്ളുന്നത്. ഇനി സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ വ്യാപ്തി എന്താണ്, സ്കോപ്പ് എന്താണ്? ഫസ്റ്റ് സ്കോപ്പായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ദ ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ. അതായത് ഒരു വ്യക്തി മറ്റൊരാളിൽ ചെലുത്തുന്ന സ്വാധീനം. ദ ഇമ്പാക്ട്, സ്വാധീനം. വൺ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, ഓൺ അനദർ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം. അതാണ് സൈക്കോളജിയുടെ ഒന്നാമത്തെ സ്കോപ്പ്. ദ ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ചെലുത്തുന്ന ഇമ്പാക്ട് അഥവാ സ്വാധീനം. സെക്കൻഡ് പോയിന്റ്, ദ ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അതായത് ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ ചെലുത്തുന്ന സ്വാധീനം. ദ ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഒരു വ്യക്തിഗത, എന്താ പറയുക ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തി മറ്റു ഗ്രൂപ്പുകളിൽ ചെലുത്തുന്ന സ്വാധീനം. പിന്നെ ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്. വ്യക്തികൾ അവർ പങ്കെടുക്കുന്ന ഗ്രൂപ്പിൽ ചെലുത്തുന്ന സ്വാധീനം. മറ്റേത് ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ ചെലുത്തുന്ന സ്വാധീനം. ഇനി വ്യക്തികൾ അവർ പങ്കെടുക്കുന്ന ഗ്രൂപ്പിൽ ചെലുത്തുന്ന സ്വാധീനം. അടുത്ത പോയിന്റ് ആണ് ദ ഇമ്പാക്ട് ഓഫ് വൺ ഗ്രൂപ്പ് ഓൺ അനദർ, ഒരു ഗ്രൂപ്പിന്റെ സ്വാധീനം മറ്റൊന്നിൽ. ഇപ്പൊ 4 പോയിന്റുകളാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിക്കൽ സൈക്കോളജിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം. ദ ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, ഒരു ഗ്രൂപ്പുകൾ ഒരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം. പിന്നെ ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പന്റ്, വ്യക്തികൾ ഓരോ ഗ്രൂപ്പിലും ചെലുത്തുന്ന സ്വാധീനം. ദ ഇമ്പാക്ട് ഓഫ് വൺ ഗ്രൂപ്പ് ഓൺ അനദർ, ഒരു ഗ്രൂപ്പിന്റെ സ്വാധീനം മറ്റൊന്നിൽ. അപ്പൊ ഇതിനെയാണ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ എടുത്ത ഈ ടോപ്പിക്കിൽ എന്തൊക്കെ, ഡിഫൈനിങ് സോഷ്യൽ സൈക്കോളജി, അതിന്റെ ഫ്യൂ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി, അതിന്റെ ഇന്റേണൽ പ്രോസസ്, സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക, വായിച്ചു നോക്കുക, നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 4th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. യുവർ സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ്. എന്തൊക്കെയാണ് സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്, കൾച്ചർ, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, സോഷ്യലൈസേഷൻ. എന്തൊക്കെയാണ് അപ്പോൾ സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹികപരമായിട്ടുള്ള ഇമാജിനേഷനും, സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസും, കൾച്ചർ സംസ്കാരവും, റോൾസ് ആൻഡ് സ്റ്റാറ്റസ് പങ്കും നമ്മളുടെ പദവിയും, സോഷ്യലൈസേഷൻ ഒക്കെയാണ് സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്.
അപ്പോൾ ഇത് പോയിന്റ് മാത്രമേ ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, our today life influenced by variety of factors which include family value, other norms which are turn are shaped by larger social force. അതായത് ഫാമിലി വാല്യൂ, ഒരു കുടുംബത്തിന്റെ മൂല്യം നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ വിലയിരുത്തുന്നത്. അവിടെ സോഷ്യോളജി important tools see forces at work your everyday life. Sociological imagination. See Wright Mills defined sociological imagination as for how individuals understand their own other past in relation to history and social structure. അതായത് ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളിലും ഓരോ ഇൻഡിവിജ്വലിന്റെയും പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ പാസ്റ്റ് റിലേഷൻ ടു ഹിസ്റ്ററി, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ചരിത്രവും സോഷ്യൽ ഘടനയും വിലയിരുത്തുക എന്നതാണ് ഇവിടെ സോഷ്യൽ ഇമാജിനേഷനിലൂടെ സി റൈറ്റ് മിൽസ് ചെയ്യുന്നത്. അപ്പോൾ സി റൈറ്റ് മിൽസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലിന്റെ പാസ്റ്റിലുള്ള ചരിത്രവും സോഷ്യൽ സ്ട്രക്ചറും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുക, അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അടുത്തത് സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂ. അതായത് സോഷ്യൽ നോംസ് ആൻഡ് മൂല്യം. എന്താണ് നോംസ് ആൻഡ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെയുള്ള മൂല്യങ്ങളെ, വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ മനുഷ്യനിലും വ്യത്യസ്ത തരത്തിലാണ് കൾച്ചർ നിലകൊള്ളുന്നത്. നമുക്കറിയാം, ലാംഗ്വേജ് ആയാലും വാല്യൂസ് ആയാലും ബിലീഫ് ആയാലും നോംസ് ആയാലും മെറ്റീരിയൽ ആർട്ടിഫാക്റ്റ് ആയാലും ഒക്കെ കൾച്ചറിൽ വരും. അപ്പൊ കൾച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോരുത്തരുടെയും കൾച്ചർ ഡിഫറെന്റ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് കൾച്ചറാണ്. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കൾച്ചറാണുള്ളത്. അത് ലാംഗ്വേജിന്റെ കാര്യത്തിലും വാല്യൂസിന്റെ കാര്യത്തിലും ബിലീഫിന്റെ കാര്യത്തിലും നോംസിന്റെ കാര്യത്തിലും മെറ്റീരിയൽ ആർട്ടിഫിക്കൻസിന്റെ കാര്യത്തിലൊക്കെ ഓരോരുത്തർക്കും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സംസ്കാരമാണ് നിലനിൽക്കുന്നത്. അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് കൾച്ചർ. പിന്നെ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, ഓരോ വ്യക്തിയുടെയും പങ്കും പദവിയും. നമുക്കറിയാം, സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ പങ്കിനനുസരിച്ചിട്ടായിരിക്കും അയാളുടെ എന്ത് നിശ്ചയിക്കപ്പെടുക, പദവി നിശ്ചയിക്കുക. ഓരോ വ്യക്തിക്കും ഓരോ പങ്കും ഉണ്ട്, പദവിയും ഉണ്ട്. ഓരോരുത്തർക്ക് അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ സ്റ്റാറ്റസ് നിശ്ചയിക്കപ്പെടുക. അതാണ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഷ്യലൈസേഷൻ എന്താ എന്ന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് മിഡിൽ റേഞ്ച് തിയറി. മിഡിൽ റേഞ്ച് തിയറി എന്താണ്? മിഡിൽ റേഞ്ച് തിയറി എന്ന് നമുക്ക് നോക്കാം. മിഡിൽ റേഞ്ച് തിയറി ഈസ് പ്രിൻസിപ്പലി യൂസ്ഡ് ഇൻ സോഷ്യോളജി ഈസ് ഗൈഡ് എംപിരിക്കൽ എൻക്വയറി. The concept of middle range theory was developed by American sociologist Robert K. Merton 1947. 1949 അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് കെ മെർട്ടൺ ആണ് മിഡിൽ റേഞ്ച് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു മെർട്ടൺ, ദ അസംപ്ഷൻ ഓഫ് ഫങ്ഷണൽ യൂണിറ്റി ഓഫ് സൊസൈറ്റി. മെർട്ടന്റെ അഭിപ്രായത്തില് ഒരു സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫങ്ഷണൽ യൂണിറ്റി ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ പ്രവർത്തനം എപ്പോഴും യൂണിറ്റി, ഒരുമയിലൂടെ ആയിരിക്കണം. അക്കോർഡിംഗ് ടു മെർട്ടൺ, അസംപ്ഷൻ ഓഫ് ഫങ്ഷണൽ യൂണിറ്റി ഓഫ് സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരുമ, യൂണിറ്റി ഉണ്ടായിരിക്കണം. ദിസ് അസംപ്ഷൻ സ്റ്റേറ്റ് ദാറ്റ് എനി പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ഈസ് ഫങ്ഷണൽ ഫോർ എൻ്റയർ സിസ്റ്റം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എപ്പോഴും ഓരോരുത്തരുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? യൂണിറ്റി, ഒരുമ ഉണ്ടായിരിക്കണം. ഇനി സിംബോളിക് ഇന്ററാക്ഷനിസം നോക്കാം. The symbolic interactionism takes into account the mutual influence of society. സിംബോളിക് ഇന്ററാക്ഷനിസത്തിൽ എന്താ പറയുന്നത്?
symbolic interactionism take into account the mutual influence. ഒരു മ്യൂച്വൽ ആയിട്ടുള്ള സ്വാധീനമാണ് സമൂഹത്തിൽ ഏത് പുലർത്തുന്നത്? സിംബോളിക് ഇന്ററാക്ഷനിസം പുലർത്തുന്നത്. ജോർജ് ഹെർബർട്ട് മെഡ് 1853-1931 1863-1931 ജോർജ് ഹെർബർട്ട് മെഡ് എന്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്? സിംബോളിക് ഇന്ററാക്ഷനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? If one of the influential figures to develop symbolic interactionist perspective in the field of sociology. ഒരു സോഷ്യോളജിയിലെ കാഴ്ചപ്പാടുകളെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടു ഡെവലപ്പ് സിംബോളിക് ഇന്ററാക്ഷനിസ്റ്റ്, സിംബോളിക് ഇന്ററാക്ഷൻ വളരുന്നത് എങ്ങനെയാണ്? പെർസ്പെക്റ്റീവ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ കാഴ്ചപ്പാടിന്റെ രീതിക്കനുസരിച്ചായിരിക്കാം സിംബോളിക് ഇന്ററാക്ഷന്റെ വളർച്ച. In this work, Mind, Self and Society from the Standpoint of a Social Behaviorist. അതേപോലെ തന്നെ ഓരോരുത്തരുടെയും വർക്ക്, മൈൻഡ്, സെൽഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡ് പോയിന്റ് ആയിട്ട് സോഷ്യൽ ബിഹേവിയറിസ്റ്റ് കാണണം എന്നാണ് മെഡ് വ്യക്തമാക്കുന്നത് 1934. Symbolic interactionism originates from a concern with language and meaning making. സിംബോളിക് ഇന്ററാക്ഷനിസത്തിലൂടെ എന്താണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്? ലാംഗ്വേജും മീനിങ് മേക്കിംഗും ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. According to Erving Goffman, when an individual enters the presence of other, they commonly seek information about him or to bring into play information about already possessed. അതായത് എർവിംഗ് ഗോഫ്മാന്റെ അഭിപ്രായത്തിൽ when individual enters presence of other, they commonly seek information about him or to bring into play information about already possessed. ഓരോ ഓരോ വിവരങ്ങളുടെയും അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും പൊസസ് ചെയ്യുന്നത് എന്നാണ് എർവിംഗ് ഗോഫ്മാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇൻഡിവിജ്വൽ enters presence of other, they commonly seek information about him or to bring into play information about him already possessed. ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിയും ഓരോ കാര്യങ്ങൾ പൊസസ് ചെയ്യുന്നത് എന്നാണ് എർവിംഗ് ഗോഫ്മാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടോപ്പിക്കുകൾ നന്നായിട്ട് ഈ യൂണിറ്റിൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ 4th യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 3 perspective in sociological psychology, a comparison. 3 perspectives in sociological psychology, a comparison. അതായത് 3 കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. അതാണ് 3 perspective. 1, 2, 3. ഈ 3 കാഴ്ചപ്പാടുകളെയും സോഷ്യോളജിയും സൈക്കോളജിയും എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ശ്രദ്ധിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക. 3 കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്, 3 പെർസ്പെക്റ്റീവ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും സോഷ്യോളജിക്കൽ സൈക്കോളജിയെ എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. പെർസ്പെക്റ്റീവ്, ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് സിംബോളിക് ഇന്ററാക്ഷൻ. അത് വ്യൂ ഓഫ് റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റിയിൽ എങ്ങനെയെന്നും ഏരിയാസ് ഓഫ് ഫോക്കസിൽ എങ്ങനെയെന്നും നോക്കാം. സിംബോളിക് ഇന്ററാക്ഷൻ, ഒന്നാമത്തെ കാഴ്ചപ്പാട്. ഇൻഡിവിജ്വൽ ഈസ് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റി. അതായത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നത് ആരാണ്? ആരുടെ കഴിവാണ്? ഓരോ വ്യക്തിയുടെയും പാർട്ടിസിപ്പേഷൻ ആണ്. അതിനെയാണ് സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറയുക. ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പങ്കാളിത്തമാണ് ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കാരണമാകുന്നത്. സിംബോളിക് 3 തരത്തിലുള്ള കാഴ്ചപ്പാടാണുള്ളത്. സിംബോളിക് ഇന്ററാക്ഷൻ ഉണ്ട്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പേഴ്സണാലിറ്റി ഉണ്ട്, ഗ്രൂപ്പ് പ്രോസസ് ഉണ്ട്. അതിലെ സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഈസ് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റി. ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തമാണ് ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത്.
അതിന്റെ ഏരിയ ഓഫ് ഫോക്കസിൽ എന്താ പറയുന്നത്? മീനിങ് മേക്കിംഗ് പ്രോസസ്. ഇവിടെ അർത്ഥവും മീനിങ് മേക്കിംഗ് പ്രോസസ് ആണ് നടത്തപ്പെടുന്നത്. അതേപോലെ രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് ആണ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പേഴ്സണാലിറ്റി. സാമൂഹിക ഘടനയും പേഴ്സണാലിറ്റി വ്യക്തിത്വവും. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പേഴ്സണാലിറ്റി, സാമൂഹിക ഘടനയും അതേപോലെ തന്നെ വ്യക്തിത്വവും. അതായത് the nature of interaction is based on adherence to roles that people play. The nature of interaction is based on adherence to roles that people play. എന്താ? അതായത് ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. The nature of interaction based on adherence role that people, ഓരോ മനുഷ്യന്റെ ഓരോ ആളുകളുടെയും റോള്, പങ്ക് എന്നതാണ് ഇവിടുത്തെ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ. ആൻഡ് അതിന്റെ ഏരിയ ഓഫ് ഫോക്കസ് എംഫസൈസ് പ്രോസസ് ഓഫ് ഹൗ ലാർജർ സോഷ്യൽ സ്ട്രക്ചർ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ. സാമൂഹിക ഘടനയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വ്യക്തികളാണ്. അപ്പൊ സോഷ്യൽ സ്ട്രക്ചർ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ പറയുന്നത്? നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ അഡ്ഹറൻസ് ടു റോൾസ് ദാറ്റ് പീപ്പിൾ പ്ലേ. അതിന്റെ ഏരിയ ഓഫ് ഫോക്കസിൽ എംഫസൈസ് പ്രോസസ് ഓഫ് ഹൗ ലാർജർ സോഷ്യൽ സ്ട്രക്ചർ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ. ഇനി ഗ്രൂപ്പ് പ്രോസസ്. അപ്പൊ 3 പെർസ്പെക്റ്റീവ് ആണുള്ളത്. സിംബോളിക് ഇന്ററാക്ഷൻ ഉണ്ട്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പേഴ്സണാലിറ്റി ഉണ്ട്, ഗ്രൂപ്പ് പ്രോസസ്. ഗ്രൂപ്പ് പ്രോസസ്സിൽ എന്താ പറയുന്നത്? When individuals from into social group, certain basic process regularly emerge in interaction. When individual from in social group, individuals ഒക്കെ ഏതിലായിരിക്കും? സാമൂഹിക ഗ്രൂപ്പിലായിരിക്കും. certain basic process regularly emerge interaction. അതുപോലെ ഓരോന്നിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയകളും നടന്നിരിക്കും. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാക്കുക കേട്ടോ, സുഖം. ഗ്രൂപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? when individual from into social group, certain basic process regularly emerge in interaction. and അതിൽ വരുന്ന ഇപ്പുറത്തുള്ള പോയിന്റ് എന്താ? പ്രോസസ് ദാറ്റ് ഒക്കർ ഇൻ ഗ്രൂപ്പ് കണ്ടസ്റ്റ്. പ്രോസസ് ദാറ്റ് ഒക്കർ ഇൻ ഗ്രൂപ്പ് കണ്ടസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോളജിക്കൽ സൈക്കോളജിയിലെ കമ്പാരിസൺ ആയിട്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. 3 കമ്പാരിസൺ ഉണ്ട്. സിംബോളിക് ഇന്ററാക്ഷൻ ഉണ്ട്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പേഴ്സണാലിറ്റി ഉണ്ട്, ഗ്രൂപ്പ് പ്രോസസ് ഉണ്ട്. ഇനി ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഗവേഷണത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി 4 ഒബ്സർവേഷൻ ആണുള്ളത്, ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, കേസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, പ്രൊപ്പോസിംഗ് ന്യൂ തിയറി, അപ്ലിക്കേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 4 പോയിന്റ്സുകളാണുള്ളത്. ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, കേസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, പ്രൊപ്പോസിംഗ് ന്യൂ തിയറി, അപ്ലിക്കേഷൻ. അതിലെ ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ എന്താ പറയുന്നത് നോക്കൂ. Generalization could be drawn from a large population. Observation and description എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവേറ്റ് ചെയ്യാൻ എന്താണ്? നിരീക്ഷിക്കുകയും നിരീക്ഷണവും വിവരണവും. എന്തിനെ കുറിച്ചാണ് ഇവിടെ നിരീക്ഷണവും വിവരണവും നടത്തുന്നത്? ജനറലൈസേഷൻ കുഡ് ബി ഡ്രോൺ ഫ്രം എ ലാർജ് പോപ്പുലേഷൻ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ കുറിച്ചാണ് ഇവിടെ എന്ത് നടത്തപ്പെടുന്നത്? ഒബ്സർവേഷനും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നടത്തപ്പെടുന്നത്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് ആണ് കേസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? All the studies based on scientific methods seek to establish cause and effect relationship between different variables. വ്യത്യസ്ത വേരിയബിളുകളെ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പഠനം ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൂടെ പഠനം നടത്തുന്നത്. All the studies based on scientific method, ശാസ്ത്രീയ മെത്തേഡുകളിലൂടെ കേസ് ആൻഡ് ഇഫക്റ്റിന്റെ റിലേഷൻഷിപ്പിനെയാണ്, വ്യത്യസ്ത വേരിയബിളുകൾ തമ്മിലുള്ള കേസ് ആൻഡ് ഇഫക്റ്റിന്റെ ബന്ധത്തെയാണ് ഇവിടെ ശാസ്ത്രീയമായി പഠനം നടത്തുന്നത്. വ്യത്യസ്ത വേരിയബിളുകളിലൂടെയുള്ള
കേസ് ആൻഡ് ഇഫക്റ്റിന്റെ ബന്ധത്തെയാണ് ഇവിടെ സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. ആൻഡ് തേർഡ് പോയിന്റ് ആണ് പ്രൊപ്പോസിങ് ന്യൂ തിയറി. പ്രൊപ്പോസിങ് ന്യൂ തിയറി. One of the objective of social psychology is to propose new theory based on causal analysis of the social behavior. Proposing new theory എന്ന് പറഞ്ഞാലേ one of the objectives of social psychology is the process new theory based on causal analysis of the social behavior. സാമൂഹിക സ്വഭാവത്തെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി എന്തിനെയാണ് ഇവിടെ വിശകലനം ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സോഷ്യൽ ബിഹേവിയറിനെ. അപ്പൊ സോഷ്യൽ ബിഹേവിയറിനെ വിശകലനം ചെയ്യുന്നത് കൊണ്ടാണ് പ്രൊപ്പോസിങ് ന്യൂ തിയറി എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ഫോർത്ത് പോയിന്റ് ആണ് അപ്ലിക്കേഷൻ. എന്താണ് അപ്ലിക്കേഷൻ? The knowledge gained from the above efforts would be utilized to suggest possible solution for some of the problem faced individual in their everyday life. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രോബ്ലങ്ങളെയും സൊല്യൂഷൻ കണ്ടെത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നതാണ് അപ്ലിക്കേഷൻ. ഓരോ വ്യക്തികളും ഫേസ് ചെയ്യുന്ന, ഓരോ വ്യക്തികളും അഭിമുഖീകരിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അവർക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്ലിക്കേഷൻ. അപ്പം കുട്ടികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോർത്ത് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ഫോർത്ത് യൂണിറ്റിൽ നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഏതൊക്കെ ഈ ഫോർത്ത് യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ എടുത്തത് എന്ന് ഒന്നും കൂടിയും പറഞ്ഞുതരാം. ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി, സൈക്കോളജി, സോഷ്യോളജി ആൻഡ് സൈക്കോളജി ദ പോസിബിൾ ഇന്റർലിങ്ക്, social psychology, historical development, defining social psychology, society internal process, scope of social psychology, your sociological toolkit. ഏതൊക്കെയാണ് സോഷ്യോളജിക്കൽ ടൂൾ കിറ്റ് എന്ന് എടുത്തു. മിഡിൽ റേഞ്ച് തിയറി എടുത്തു. സിംബോളിക് ഇന്ററാക്ഷൻസ് എടുത്തു. അതേപോലെ 3 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജിക്കൽ സൈക്കോളജി എ കമ്പാരിസൺ എടുത്തു. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ വ്യക്തമാക്കി തന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ടിൽ എഴുതിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ.